പത്തനംതിട്ട ജില്ലയിൽ പ്രചരണ രംഗത്ത് LDF ബഹുദൂരം മുന്നേറുമ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ്. ഏറെ തർക്കങ്ങൾക്കൊടുവിൽ ജില്ലയിൽ തിരുവല്ലയിൽ മാത്രമാണ് UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടൂരിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും DCC ജനറൽ സെക്രട്ടറിയുമായ ബാബു ദിവാകരൻ NDAയിൽ ചേർന്ന് വിസ്മയം തീർത്തിട്ടുമുണ്ട്. പത്തനംതിട്ടയെ ഇടതുകോട്ടയായി നിലനിർത്താനാണ് LDFന്റെ ശ്രമം. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ പ്രചരണവും അതിവേഗം പുരോഗമിക്കുകയാണ്. എന്നാൽ തിരിച്ചുവരവിനായി ഒരുങ്ങുന്ന കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ആയിട്ടില്ല. തിരുവല്ലയിൽ മാത്രമാണ് UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ ജനീഷ് കുമാറും റാന്നിയിൽ പ്രമോദ് നാരായണനും തിരുവല്ലയിൽ മാത്യു ടി തോമസുമാണ് നാലുപേരും നിലവിലെ MLA മാരാണ്. അടൂരിൽ ചിറ്റയം ഗോപകുമാറിന്റെ പിൻഗാമിയായി പ്രജി കണ്ണനാണ് മത്സരിക്കുന്നത്. ആറന്മുളയിൽ അഭിൻ വരയ്ക്കയെ ഇറക്കാനുള്ള ശ്രമത്തെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ എതിർക്കുന്നത്. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന പൊതുനിലപാടാണ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്. കോന്നിയിൽ അടൂർ പ്രകാശിനായി ചരടുവലികൾ തുടരുമ്പോഴും DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലും പ്രതീക്ഷയിലാണ്. എന്നാൽ K സുധാകരന്റെ നോമിനിയായി N ശൈലജെത്താനും സാധ്യതയുണ്ട്. റാന്നിയിൽ പഴകുളം മധു സീറ്റ് ഉറപ്പിച്ചാൽ പ്രതിഷേധവുമായി റിങ്കു ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ എത്താനും സാധ്യതയുണ്ട്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.